ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 11 വെള്ളിയാഴ്ച പരിശുദ്ധ സഭ 40-ാം വെള്ളിയാഴ്ചയായി ആചരിച്ചു. ഏപ്രിൽ 12 ശനിയാഴ്ച പരിശുദ്ധ സഭ ലാസറിൻ്റെ ശനിയാഴ്ചയായി ആചരിച്ചു. മരിച്ചടക്കപ്പെട്ട ലാസറിനെ നമ്മുടെ കർത്താവ് കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചതിനെ അനുസ്മരിക്കുന്ന ബഥാനിയയിലെ ലാസറിൻ്റെ ശനിയാഴ്ച സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന അർപ്പിച്ചു. 50 നോമ്പിൻ്റെ ആദ്യ 40 ദിവസം കർത്താവ് നോമ്പ് നോറ്റതിൻ്റെയും പിന്നീടുള്ള 10 ദിവസം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയും ഓർത്ത് നസ്രാണികൾ നോമ്പ് നോൽക്കുന്നു. പരിശുദ്ധ സഭ ഏപ്രിൽ 13 ഞായറാഴ്ച വിശുദ്ധ വലിയ നോമ്പിലെ ഊശാന ഞായർ ഭക്തി പുരസ്സരം ആഘോഷിച്ചു. യെരുശലേമിൻ്റെ തെരുവീഥികളിൽ കുരുത്തോലകളും പൂക്കളും വിരിച്ച് ദൈവപുത്രനെ വരവേറ്റതിൻ്റെ ഓർമ്മകൾ പുതുക്കി വിശ്വാസികൾ ഓശാന പെരുന്നാൾ ആഘോഷിച്ച് വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ചു. വാദേ ദെൽമീന ശുശ്രൂഷ മലങ്കര സഭയുടെ ദേവാലയങ്ങളിൽ ഓശാന ഞായറാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരത്തിന് ശേഷം നടത്തപ്പെട്ടു. രക്ഷയുടെ തുറമുഖത്തേക്കെന്നാണ് വാദേ ദെൽമീനോ എന്നതിൻ്റെ അർത്ഥം. വിശുദ്ധ വേദപുസ്തകത്തിൽ പരാമർശിക്കുന്ന 10 കന്യകമാരുടെ ഉപമയുടെ പുനരാവിഷ്കരണമാണ് ഈ ശുശ്രൂഷ. ഏപ്രിൽ 16, 17 തീയതികളിൽ ലോകമെമ്പാടും പെസഹ പെരുന്നാൾ ആഘോഷിച്ചു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയുടെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമായി പെസഹ ആഘോഷിച്ചു എങ്കിൽ ഇന്ന് കർത്താവായ യേശുമിശിഹ പെസഹായ്ക്ക് അറക്കപ്പെട്ട കുഞ്ഞാടിന് പകരം കാൽവരിയിൽ സ്വയം ബലിയായി തീർന്ന് നമ്മെ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ അനുസ്മരണമായി പെസഹ പെരുന്നാൾ കൊണ്ടാടുന്നു. പെസഹ ചടങ്ങുകളോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷ നടത്തപ്പെട്ടു. ക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിൻ്റെ സ്മരണയ്ക്കായാണ് പെസഹ പെരുന്നാൾ ദിവസം ഉച്ചയ്ക്ക് ശേഷം മലങ്കര സഭയുടെ വിവിധ ദേവാലയങ്ങളിൽ ഈ ശുശ്രൂഷ നടത്തപ്പെട്ടത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പോലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മാതൃദേവാലയമായ വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഹാശാഴ്ചയിലെ ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഇടയനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ഗിവർഗീസ് മാർ ഈവാനിയോസ് തിരുമേനിയുടെ 12ാമത് ഓർമ്മ ഞാലിയാകുഴിമാർ ബസേലിയോസ് ദേറായിൽ ഏപ്രിൽ 11, 12 തീയതികളിൽ പരിശുദ്ധ സഭ ഭക്തി പുരസ്സരം ആചരിച്ചു. ലോകം തിന്മയിൽ വളരാനാണ് എപ്പോഴും പ്രേരിപ്പിക്കുന്നത്. ദൈവമക്കൾ നന്മയിൽ വളരാനാണ് പരിശ്രമിക്കേണ്ടത്. എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ നാം സ്വന്തം ശക്തിയിലും വിവേകത്തിലുമായിരിക്കും ആശ്രയം വയ്ക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തിലാണ് ആശ്രയം വയ്ക്കുന്നത്. രോഗവും രോഗസൗഖ്യവും ജീവിതത്തെ വൻ കാര്യങ്ങൾ പഠിപ്പിക്കും. സഹനം ഒരു ദൈവാനുഗ്രഹമാണ്, ദൈവകരുണയെ തിരിച്ചറിയാനുള്ള വലിയ അവസരമാണ് എന്ന് പ്രഘോഷിച്ച അഭിമന്യ പിതാവിൻ്റെ ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തിനിർഭരമായ റാസ, ശ്ലൈഹിക വാഴ്വ്, കബറിങ്കൽ ധൂപാർപ്പണം എന്നിവ നേർച്ചയും നടത്തപ്പെട്ടു. വിശുദ്ധ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിമന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. പ്രൗഢിയോടെ, കൃതാർത്ഥതയോടെ, അഭിമാനത്തോടെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് ചുരുങ്ങിയ കാലങ്ങളിലൂടെ മലങ്കര സഭാ വിശ്വാസികളിലും പൊതുസമൂഹത്തിൻ്റെ ഇടംനെഞ്ചിലും സ്ഥാനം നേടി. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് ഫേസ്ബുക്ക് പേജ് അതിൻ്റെ വളർച്ചയുടെ പാതയിൽ സുവർണ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ സംബന്ധമായ വാർത്തകളും ലേഖനങ്ങളും എഴുത്തുകളും വിശേഷങ്ങളും നാനാദേശത്തുള്ള മലങ്കര സഭാ വിശ്വാസികളിലേക്ക് വളരെ വേഗത്തിൽ കൃത്യതയോടെ എത്തിക്കുവാനുള്ള മലങ്കര സഭയെ സ്നേഹിക്കുന്ന കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്കുള്ള സ്വീകാര്യതയുടെ തെളിവാണ് ഈ അംഗീകാരം. മലങ്കര സഭയെയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തെയും മലങ്കര നസ്രാണികളുടെ ചരിത്രങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള സാമൂഹ്യ രാഷ്ട്രീയ പിന്തുണയോടെയുള്ള ചില നവീന കൂട്ടായ്മകളുടെ ശ്രമങ്ങളെയും മലങ്കര സഭയുടെ പിതാക്കന്മാരെയും മലങ്കര നസ്രാണികളെയും അവഹേളിക്കുവാനുള്ള ഏത് ശ്രമങ്ങളെയും ശക്തമായി പ്രതിരോധിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായ്ക്ക് ശക്തമായ പിന്തുണയുമായി നിന്നതിനുള്ള അംഗീകാരമായി ഞങ്ങൾ കരുതുന്നു. സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും സ്വാർത്ഥ നേട്ടങ്ങൾക്കുമുള്ള തിരിച്ചടിയിലും പലവിധ തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്നും
അകത്തുനിന്നും പുറത്തുനിന്നുമുണ്ടായ കാലം തെറ്റിയുള്ള അക്രമങ്ങളിലും കള്ളപ്രചാരണങ്ങളിലും പതറാതെ കരുത്തായി പ്രവർത്തിക്കുവാൻ സാധിച്ചത് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ സഹയാത്രികരായ നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയാണ്. തുടർന്നും മലങ്കര സഭ എന്ന ഒറ്റ ചിന്തയിൽ ഏവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. തൊടുപുഴ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയെ സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതം. തൊടുപുഴ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ബഹുമാനപ്പെട്ട എറണാകുളം ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതിയുടെയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയും വിധിതീർപ്പുകൾ അനുസരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഇടവകയാണ്. ബഹുമാനപ്പെട്ട കോടതി വിധി അനുസരിച്ച് നടന്ന തിരഞ്ഞെടുപ്പിൽ ഭരണഘടന അംഗീകരിച്ച് ഇടവാംഗങ്ങൾ സത്യവാങ്മൂലം സമർപ്പിച്ചതിനെതിരെ ഏതാനും ആളുകൾ തൊടുപുഴ മുനിസിഫ് കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. ഈ കേസ് അവിടെ തുടർന്നു വരവേ ഇടവക മെത്രാപ്പൊലീത്ത അന്നുണ്ടായിരുന്ന വികാരിയെ മാറ്റി പള്ളി വികാരിയായി ഫാദർ ബിനോയ് ജോണിനെ നിയമിച്ചു. ഈ സാഹചര്യത്തിൽ പുതിയ വികാരി കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കക്ഷി ചേരുന്നതിന് മുൻസിഫ് കോടതിയെ സമീപിച്ചു. ഈ അപേക്ഷ കോടതി അനുവദിച്ചു. അതിന്മേൽ എതിർകക്ഷികൾ അപ്പീൽ CMA ആയി ജില്ലാ കോടതിയിൽ കൊടുത്തു. ഇതിൽ പുതിയ വികാരി കക്ഷി ചേരണ്ട എന്നും മുൻ വികാരി കേസിൽ തുടർന്നാൽ മതിയെന്നും കാണിച്ച് ഉത്തരവായി. ഇതാണ് ഉണ്ടായത്. ഇതിൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനി നിയമിച്ച കേസ് ഫയൽ ചെയ്ത സമയത്തെ മുൻ വികാരി ഫാദർ ചെറിയാൻ പലക്കാട്ടുമലിൽ മറ്റൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ആ കേസിൽ കക്ഷിയായി തുടരും. ഒറിജിനൽ കേസ് ഇപ്പോഴും കീഴ്ക്കോടതിയുടെ പരിഗണനയിൽ തന്നെ നിലനിൽക്കുകയാണ്. മലങ്കര സഭയുടെ പള്ളികളിൽ പ്രവേശിക്കാനാവില്ലെന്ന് കോടതി. മലങ്കര സഭയുടെ ദേവാലയങ്ങളിൽ പ്രവേശിക്കുന്നതിനുള്ള നിരോധനം നീക്കണമെന്ന വിഘടിത വിഭാഗത്തിൻ്റെ അപ്പീൽ കോട്ടയം ജില്ലാ കോടതി തള്ളി. യാക്കോബായ വിഭാഗം കോട്ടയം മെത്രാപ്പൊലീത്ത തോമസ് മാർ തീമോത്തിയോസ് സമർപ്പിച്ച അപ്പീലാണ് തള്ളിയത്. സുപ്രീം കോടതി വിധി മറികടന്ന് മലങ്കര സഭയുടെ മണർകാട് ഉൾപ്പെടെയുള്ള പള്ളികളിൽ പ്രവേശിക്കുന്നതിന് നേരത്തെ മുൻസിഫ് കോടതി നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഈ നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് മേൽക്കോടതിയെ സമീപിച്ചെങ്കിലും മുൻസിഫ് കോടതിയുടെ ഉത്തരവ് ജില്ലാ കോടതി ശരിവെക്കുകയായിരുന്നു. രാജ്യത്തിൻ്റെ നിയമത്തെ മറികടന്ന് അധികാരികളുടെ മൗനാനുവാദത്തോടെ നിയമലംഘനം നടത്തുന്നവർക്കുള്ള താക്കീതാണ് കോടതി വിധിയെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ പ്രതികരിച്ചു. കോടതി ഉത്തരവ് പ്രകാരം മലങ്കര സഭയുടെ കോട്ടയം ഭദ്രാസനത്തിലെ മണർകാട് പള്ളിയടക്കം 122 പള്ളികളിൽ വിഘടിത വിഭാഗം തോമസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത പ്രവേശിച്ച് സമാന്തര ഭരണം നടത്താനാകില്ല. മലങ്കര സഭയുടെ പള്ളികൾ സഭയുടെ 1934 ഭരണഘടന പ്രകാരമാണ് ഭരിക്കപ്പെടേണ്ടത്. പള്ളികളിൽ സമാന്തര ഭരണം അനുവദിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി 2017 അന്തിമ തീർപ്പ് കൽപ്പിച്ചതാണ്. ഈ വിധികളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നിരോധനം ശരിവച്ചതിലൂടെ ഇല്ലാതായത്. നിയമത്തെ അനുസരിക്കുക എന്നത് പൗരധർമ്മത്തിൻ്റെ ഭാഗമാണ്. നിയമം ലംഘിക്കുന്നത് കുറ്റകരവും ക്രൈസ്തവ മൂല്യങ്ങൾക്കെതിരുമാണ്. വിധിയുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് അഭിമന്യ ജോസഫ് മപ്രിയാന അടക്കമുള്ളവർ നീതിയുടെ മാർഗത്തിലേക്ക് തിരിയണം. ഭാരതത്തിൻ്റെ നിയമമാണ് സമാധാനത്തിൻ്റെ ആണിക്കല്ലെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണമെന്നും വൈദിക ട്രസ്റ്റി കൂട്ടിച്ചേർത്തു. പുതുപ്പള്ളി പള്ളി പെരുന്നാൾ അവലോകന യോഗം ചേർന്നു. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ അവലോകന യോഗം ചേർന്നു. സബ് കളക്ടർ വി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. പെരുന്നാൾ നടത്തിപ്പിനെക്കുറിച്ച് ഇടവക വികാരി ഫാദർ ഡോക്ടർ വർഗീസ് വിശദീകരിച്ചു. കോട്ടയം തഹസീൽദാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിവിഷണൽ ഓഫീസർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, ജില്ലാ സപ്ലൈ ഓഫീസർ, ഭക്ഷ്യസുരക്ഷാ ഓഫീസർ, ജില്ലാ ആൻഡ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ SHO, പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, ഇടവകയുടെ സഹവികാരിമാരായ ഫാദർ കുര്യാക്കോസ് ഈപ്പൻ, ഫാദർ ബ്ലസൻ മാത്യു, ഫാദർ വർഗീസ് P. വർഗീസ്, ട്രസ്റ്റിമാരായ PM ചാക്കോ, ജോണി ഈപ്പൻ, സെക്രട്ടറി മോനു P. ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന പെരുന്നാൾ ദിനമായ മെയ് 4 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ പള്ളിയുടെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ച് കളക്ടർ ഉത്തരവായി. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ 2025 വർഷത്തെ ഓർഡർ ഓഫ് സെന്റ് ജോർജ് ബഹുമതി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത
അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് വലിയ തിരുമേനിക്ക് സമർപ്പിക്കും. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകനും അനവധി കാരുണ്യ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകനുമായ അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് വലിയ തിരുമേനിയെ മെയ് 4-ാം തീയതി ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തപ്പെടുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വച്ച് ബഹുമാനപ്പെട്ട മഹാരാഷ്ട്ര ഗവർണർ ശ്രീ CP രാധാകൃഷ്ണൻ ബഹുമതി നൽകി ആദരിക്കും. പാമ്പാടി അഭയഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി 60ന്റെ നിറവിൽ 60ാം വാർഷികം ലോഗോ പരിശുദ്ധ കാതോലിക്ക ബാവ അഭിവന്യ കൂറിലോസ് തിരുമേനിക്ക് നൽകി പ്രകാശനം ചെയ്തു. അഭിവന്യ തേവദോസ്യൂസ് തിരുമേനി, മുൻ മാനേജർ മത്തായി റമ്പാൻ, മാനേജർ ഫാദർ വിൻസെന്റ് വർഗീസ്, സൊസൈറ്റി സെക്രട്ടറി ഫാദർ ജെയ്സ് സക്കറിയ എന്നിവർ സന്നിഹിതരായിരുന്നു. മലങ്കര സഭയുടെ 1-ാം കാതോലിക്കായും കണ്ടനാട് ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്തയുമായിരുന്ന പരിശുദ്ധ ബെസിലിയോസ് പൗലോസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ 112ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റ് പ്രകാശനം ഇടുക്കി ഭദ്രാസനാധിപനും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്തയുമായ അഭിവന്യ സക്കറിയാസ് മാർ സേവേറിയോസ് തിരുമേനി നിർവഹിച്ചു. മെയ് 1-2 തീയതികളിൽ നടക്കുന്ന പെരുന്നാൾ ചടങ്ങുകൾക്ക് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രധാന കാർമ്മികത്വം വഹിക്കും. സിന്തറ്റിക് ഡ്രഗുകളിൽ നിന്ന് സിന്തറ്റിക് ട്രാക്കുകളിലേക്ക് കുട്ടികളെ വഴിതിരിച്ചുവിടണം പരിശുദ്ധ കാതോലിക്ക ബാവ. കലാലയങ്ങളിലടക്കം കുട്ടികൾ ലഹരി വലയിലേക്ക് വീഴുന്നതായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ലഹരി ഉപയോഗത്തെ ലഘൂകരിക്കുന്ന സിനിമകൾ കുട്ടികൾക്ക് പ്രചോദനമാകുന്നു. ലഹരി പ്രശ്നമല്ലെന്ന തെറ്റായ സന്ദേശമാണ് ചില സിനിമകൾ നൽകുന്നത്. സർക്കാർ മദ്യമൊഴുക്കി പ്രോത്സാഹനം നൽകുകയാണ്. സിന്തറ്റിക് ഡ്രഗുകളിൽ നിന്ന് സിന്തറ്റിക് ട്രാക്കുകളിലേക്ക് കുട്ടികളെ വഴിതിരിച്ചുവിടണം. ഇക്കാര്യത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ IAS-ൻ്റേത് മികച്ച മാതൃകയാണ്. ലഹരി വലയിൽ നിന്നും മൊബൈൽ ഫോണുകളിൽ തളയ്ക്കപ്പെടുന്ന ബാല്യത്തിൽ നിന്നും കളക്ടർ കുട്ടികളെ കളിക്കളങ്ങളിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത്. കുട്ടികൾ വായനാശീലത്തിൽ വളരണമെന്നും ലോകത്തെ ജയിച്ചവരുടെ ചരിത്രം കുട്ടികൾക്ക് പ്രചോദനമാകണമെന്നും പരിശുദ്ധ ബാവ കൂട്ടിച്ചേർത്തു. മാതൃ ഇടവകയായ വാഴൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന ഓശാന ഞായർ ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ ബാവ തിരുമേനി. പരുമല സെമിനാരി മുൻ മാനേജറായിരുന്ന ഓതറ വന്യ PV എബ്രഹാം അച്ഛൻ ഏപ്രിൽ 14-ാം തീയതി തിങ്കളാഴ്ച ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. സംസ്കാരം പിന്നീട് ചെങ്ങന്നൂർ ഓതറപ്പള്ളിയിൽ നടത്തപ്പെടും. വന്യ അച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. പാരമ്പര്യ തനിമ ചോരാതെ നൂറ്റാണ്ടുകളുടെ സ്മരണയിൽ ചെങ്ങന്നൂർ പഴയ സുറിയാനിപ്പള്ളിയിൽ പെസഹ വ്യാഴാഴ്ച അവൽ നേർച്ച നടത്തപ്പെട്ടു. പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം വ്യാഴാഴ്ച രാവിലെ 10-ന് അവൽ വിശ്വാസികൾക്ക് വിതരണം ചെയ്തു. കാലങ്ങളായുള്ള ആചാരം വിടാതെ മുക്കത്ത് കുടുംബയോഗമാണ് നേർച്ച നടത്തുന്നത്. നേർച്ചയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മാവേലിക്കര നഗരസഭാ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇടവാംഗം ശ്രീ നൈനാൻസി കുറ്റിശ്ശേരി മാവേലിക്കര തെയോഭവൻ അരമനയിൽ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനിയെ സന്ദർശിക്കുകയും അഭിവന്യ തിരുമേനി മലങ്കര സഭയുടെ ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയും ചെയ്തു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.